എന്താ പറയൂ, ആരാ പറഞ്ഞേ നിങ്ങൾക്ക് മുബാ തോമസുമായിട്ട് എനിക്ക് പ്രശ്നമാണെന്ന്? ഈ സീറ്റിന്റെ കാര്യത്തില് പാർട്ടി എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്താറുണ്ട്. താല്പര്യമുള്ള ആളുകളുണ്ടാകും, അതിന് ശ്രമിക്കുന്ന ആളുകളുണ്ടാകും. അങ്ങനെ ശ്രമിക്കുന്ന എല്ലാ ആളുകൾക്കും കിട്ടാറില്ല. പല പല കാരണങ്ങളാൽ പലർക്കും സീറ്റ് കിട്ടും, കുറേ ആളുകൾക്ക് സീറ്റ് ലഭിക്കില്ല. അതിനപ്പുറമായിട്ടൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. UDF ഒറ്റക്കെട്ടാണ്. UDF ഇപ്രാവശ്യം കേരളം വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്ന് മാത്രമല്ല, UDF നയിക്കും, കേരളം ജയിക്കും. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. ഷിയാസുമായിട്ടല്ലല്ലോ, ഞാൻ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗം കൂടിയാണല്ലോ. KPCCയുടെ ക്യാമ്പയിൻ കമ്മിറ്റിയുടെ അംഗമാണ്, 8 അംഗ കമ്മിറ്റിയിൽ അംഗമാണ്. കേരളം മുഴുവനുള്ള പ്രചരണത്തിന് ഞാനുണ്ടാവും. പ്രത്യേകിച്ച് എൻ്റെ ജില്ലയിൽ 14 സീറ്റുകളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് UDFന്റെ ലക്ഷ്യം, കോൺഗ്രസിന്റെ ലക്ഷ്യം. അത് ഇപ്രാവശ്യം അത് നോട്ടീസ് പലരും അടിച്ചു, ഒരാളല്ല, അതിന് സാധ്യതയുള്ള നിരവധി ആളുകൾ അടിച്ചു. അതിന്റെ കാരണം ഇപ്രാവശ്യം നമുക്ക് സമയം വളരെ കുറവായിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ഇപ്രാവശ്യം കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അത്ര നന്നായിട്ടൊന്നും ഞങ്ങൾ കോൺഗ്രസ്സുകാർ നടത്തണ്ട എന്ന് വിചാരിച്ച് വളരെ കുറച്ച് സമയമാണ്, അത് പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സമയമുള്ളൂ, 20 or 22 ദിവസമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്ത് സാധ്യതാ പട്ടികയിലുള്ള മുഴുവൻ ആളുകളും പ്രാഥമികമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞ അനുസരിച്ച് ഞാനും ആ തയ്യാറെടുപ്പ് എടുത്തിട്ടുണ്ട്. അത് പിന്നീട് മറ്റൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്, അതിനനുസരിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ഈ നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ജനപ്രതിനിധിയാകുക എന്നുള്ളത് മാത്രമല്ല ലക്ഷ്യം. ഈ കോൺഗ്രസ് എന്ന വലിയ പ്രസ്ഥാനത്തിന് നൂറുകണക്കിന് ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, നൂറുകണക്കിന് പ്രവർത്തകർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നില്ല, എല്ലാവരും ജനപ്രതിനിധിയാകുന്നില്ല. അതാകാത്ത നൂറുകണക്കിന് ആളുകളുടെ പ്രവർത്തനമാണ് ഈ സംഘടനയുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിലൊരു പ്രതിനിധിയാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ തെരഞ്ഞെടുപ്പിലും വിന്നബിലിറ്റി തന്നെയാണ് മാനദണ്ഡം. വിന്നബിലിറ്റിയുള്ള ഒന്നിലധികമല്ല, വളരെയധികം സ്ഥാനാർത്ഥികളുള്ള ഒരു മഹാപ്രസ്ഥാന കോൺഗ്രസ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നേതൃത്വ ബാഹുല്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ഒരേ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇപ്പൊ ഇവിടെ നിൽക്കുന്നവരിൽ എത്ര പേര് ഇതിന് പര്യാപ്തമായ, ഇതിന് കഴിയുന്ന ആളുകളുണ്ടെന്നാണ് നിങ്ങളുടെ വിചാരം? ഇവിടെ നിൽക്കുന്ന ആളുകളെ നിങ്ങൾ നോക്കൂ, 30 വർഷവും 40 വർഷവും പ്രവർത്തിച്ച ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. പക്ഷേ എല്ലാവർക്കും കൂടെ സ്ഥാനാർത്ഥിയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ പ്രതിനിധിയായിട്ട് ശ്രീമതി ഉമാ തോമസ് ഇവിടെ മത്സരിക്കും. നിലവിലെ സ്ഥാനാർത്ഥികൾ മാറിക്കൊടുക്കാത്തതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് സ്ഥാനാർത്ഥിയാൻ പറ്റാത്തത്. അതിപ്പോ മാറിക്കൊടുക്കുക എന്ന് പറയുന്നത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ആളല്ല, അത് പാർട്ടി തീരുമാനിക്കട്ടെ. എപ്പോൾ മാറണം, ആരൊക്കെ മാറണം എന്ന് തീരുമാനിക്കേണ്ട പാർട്ടിയാണ്. KPCC പ്രസിഡന്റ് അല്ല, AK ആന്റണി മുതൽ എല്ലാ നേതാക്കന്മാരും ഞാനുമായിട്ട് സംസാരിച്ചിരുന്നു. ഇപ്പോൾ കുറച്ചു മുമ്പ് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് AK ആന്റണി എന്നോട് വിളിച്ച് സംസാരിച്ചിരുന്നു. അതൊക്കെ പാർട്ടിയിൽ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനപ്പുറം മറ്റൊന്നും പുതുതായിട്ട് ഇവിടെ സംഭവിച്ചിട്ടില്ല. ഞാൻ ഒരാളോട് ഒരു നിരാശയും പറഞ്ഞിട്ടില്ല. പാർട്ടി തീരുമാനിക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ചില ആളുകളാണ് നിരാശയായിട്ട് അതിനെ വ്യാഖ്യാനിച്ചത്. ഞാൻ ഇല്ല, ഈ അവഗണന എന്ന് പറയുന്നത്, ഞാൻ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, AICCയുടെ അംഗമാണ്. പാർട്ടിയിൽ വലിയ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. മാധ്യമ വിഭാഗം ചുമതല എന്നെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത് ഈ പാർട്ടിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. അതിനുള്ള ക്യാമ്പയിൻ കമ്മിറ്റിയിൽ 8 അംഗ കമ്മിറ്റിയിൽ രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരിക്കുന്ന 8 അംഗ കമ്മിറ്റിയിലെ അംഗം കൂടിയാണ് ഞാൻ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രചരണത്തിന് പോയി കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന വലിയ ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് ചെയ്യാൻ പറ്റുന്നവരെയാണല്ലോ അത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇങ്ങനെ ചെയ്യാൻ, വർക്ക് ചെയ്യാൻ എനർജിയുള്ള, അങ്ങനെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകളെ പാർട്ടി ആ ദൗത്യം ഏൽപ്പിക്കും. അങ്ങനെ പാർട്ടി തന്നെ ഏൽപ്പിച്ചു, വലിയ കാര്യമാണ്. ഈ ഉത്തരവാദിത്വം ഒന്നും ഇല്ലാത്ത കുറെ ആളുകൾ എന്റെ പുറകിൽ നിൽപ്പുണ്ട്. അവരൊക്കെ വർഷങ്ങളോളം പ്രവർത്തിച്ച ആളുകൾ. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊന്നും വേണ്ട. ഒരു തരത്തിലുള്ള നിരാശയോ അത്തരത്തിലുള്ള ഒന്നും എന്റെ കാര്യത്തിലില്ല. നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞത് മേരി വർഗീസിന്റെ പ്രതികരണമാണ് കേട്ടത്.